ഫ്രണ്ട്സ്, മനു ഗ്ലോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്. നേപ്പാളിലേക്കുള്ളൊരു യാത്രയാണ്. നേപ്പാളിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ട്രെയിനിനാണ് നേപ്പാളിൽ പോകുന്നത്. ഒരു സെക്കൻഡ് എ സി ട്രെയിനിനാണ് പോകണേ, ഗോരഖ്പൂർ ട്രെയിനിന്. അങ്ങനെ 20 പേരുണ്ട് ഞങ്ങളുടെ കൂടെ യാത്രയ്ക്ക്. അങ്ങനെ രാവിലെ ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ആലപ്പുഴ എത്തി. ആലപ്പുഴയിൽ നിന്നായിരുന്നു രാവിലെ ട്രെയിന്, സെക്കൻഡ് എ സി ആയിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ മൊത്തം 20 പേരുണ്ടായിരുന്നു. പല സ്ഥലത്തുനിന്നാണ് എല്ലാവരും കയറിയത്. കുറച്ച് പേര് ഹരിപ്പാട്, ആലപ്പുഴ, എറണാകുളം, പിന്നെ തൃശ്ശൂർ, പിന്നെ എവിടെയാണ്, പിന്നെ ഇടയ്ക്കുന്ന ഒരു സ്റ്റോപ്പിൽ നിങ്ങളുടെയും കയറി. അങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് കയറി. അങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങൾ കോയമ്പത്തൂരായപ്പോഴത്തേക്ക് എല്ലാവരും ഫില്ലായി. പക്ഷേ ഞങ്ങൾ മാത്രം വേറെ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. മറ്റവരെല്ലാവരും ഒരു കമ്പാർട്ട്മെൻറ്റിലാണ്. അവരാദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ഒരേപോലെ കിട്ടി. ഞങ്ങൾ രണ്ടുപേരും ഇപ്പുറത്ത് വേറെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. പക്ഷെ നല്ലൊരു യാത്രയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാർട്ട്മെൻറ്റ് വേറെയാണെങ്കിലും ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോയി. അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ പാട്ടും ഡാൻസും അന്താക്ഷരി പിന്നെ ആക്ഷൻ സോങ് അങ്ങനെ എല്ലാം കളിച്ചും സമയം പെട്ടെന്ന് പോവുമായിരുന്നു. 3 പകലും 2 രാത്രിയും വേണമായിരുന്നു ഞങ്ങൾക്ക് അവിടെ ചെല്ലാൻ. ഞങ്ങൾ രാവിലെ ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് കയറിയിട്ട് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ വൈകിട്ട് 4:30-5 മണിയായി ചെന്നപ്പോഴത്തേക്കും. ട്രെയിൻ എങ്ങാണ്ട് അരമണിക്കൂർ ലേറ്റായി. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ട്രെയിനും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു. പക്ഷേ പോകുന്ന വഴി ഈ 2 ദിവസം 3 പകൽ പോയത് അറിഞ്ഞതില്ല കേട്ടോ. എല്ലാവരും കളിയും ചിരിയും പാട്ടും അന്താക്ഷരി, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നാമജപം, അങ്ങനെ എല്ലാവരും മിക്കവരും റിട്ടയർ ആയവരായിരുന്നു. അപ്പോൾ അവർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങളൊരു നല്ലൊരു ഫാമിലി പോലെയായിരുന്നു. അങ്ങനെ അവരെല്ലാവരും ഒത്തിരി ഐറ്റങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾസ് എല്ലാം കൊണ്ടുവന്ന് അതെല്ലാം കട്ട് ചെയ്ത് സലാഡും അങ്ങനെ പല സാധനങ്ങൾ. പിന്നെ എല്ലാവരും പിന്നെ കഴിക്കാനും കുറച്ച് സാധനങ്ങൾ എടുത്തായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചും പലരുടെ ആകുമ്പോൾ നമുക്ക് ടേസ്റ്റും തോന്നും പല രീതിയിൽ കഴിക്കുമ്പോൾ. അങ്ങനെ ട്രെയിനിലധികം കഴിക്കേണ്ടി വന്നില്ല. അങ്ങനെ എല്ലാവരും അങ്ങനെ എൻജോയ് ചെയ്ത് ഞങ്ങളങ്ങനെ വൈകുന്നേരം ഗോരഖ്പൂർ എത്തി. പിന്നെ അവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രാവലർ വന്നായിരുന്നു. ഞങ്ങൾക്ക് 20 പേരുള്ളെങ്കിലും 10-26 പേർക്ക് കയറാനുള്ളുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നല്ല സ്ഥലവും ഉണ്ടായിരുന്നു. അങ്ങനെ ട്രാവലർ എത്തി. ഞങ്ങൾ അവിടെ നിന്ന് വൈകുന്നേരം തന്നെ നേപ്പാൾ ബോർഡറിലേക്ക് പോകാമെന്ന് പറഞ്ഞു. നേപ്പാളിൽ നമ്മുടെ ഇന്ത്യ വിട്ട് നേപ്പാൾ ബോർഡറിൽ ഒരു ഹോട്ടൽ അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ രാത്രി താമസിച്ചത്. അവിടെ ഒരു രാത്രി ഞങ്ങളവിടെ താമസിച്ചുള്ളൂ. നല്ല ഹോട്ടലായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ രാവിലെ പിന്നെ വെക്കേറ്റ് ചെയ്ത് രാവിലെ തന്നെ ഞങ്ങൾ ലുംബിനിയിലേക്ക്, ഗൗതം ബുദ്ധൻ ജനിച്ച സ്ഥലമായ ലുംബിനിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതൊരു അടിപൊളി സ്ഥലമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ല വൃത്തിയും നല്ല വെടിപ്പും നല്ല ഒരു സ്ഥലമായിരുന്നു. പക്ഷേ അവിടെ ഒത്തിരി ബുദ്ധന്മാർ ഒത്തിരി പേര് ഭജനയിരിക്കുന്നു, പാട്ട് പാടുന്നു. അങ്ങനെ അവരുടേതായ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അപ്പം നമ്മളെ അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല. അവർ നല്ല ധ്യാനത്തിലൊക്കെ ഇരിക്കുന്നു. അവരെ ശല്യം ചെയ്യാതെ ഞങ്ങളും കുറേ ബുദ്ധന്മാർ നമ്മുടെ അടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് അവർ കുറച്ച് നേരം ഞങ്ങളുടെ കൂടെയൊക്കെ സംസാരിച്ചിരുന്നു. നേപ്പാളി ഭാഷയാണ് കൂടുതലും. പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞാൽ കുറച്ചൊക്കെ അവർക്ക് മനസ്സിലാവും. അങ്ങനെ അവരോട് കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ച് അങ്ങനെ എനിക്ക് തോന്നുന്നു കുറച്ച് ഇംഗ്ലീഷുകാരാണ് വന്നേക്കുന്നത്. കുറേ ഇംഗ്ലീഷുകാരുണ്ട്, വിദേശികളായിട്ടും കുറേ പേര് വന്നു. നല്ല വൃത്തിയും വെടുപ്പും കേട്ടോ. നമ്മളതിൻ്റെ അകത്തോട്ട് ചെരുപ്പില്ലാതെ അകത്തോട്ട് നമ്മളെ കയറ്റി വിടുന്നത്. സോക്സ് ഇട്ടുകൊണ്ട് പോകാം. അപ്പം അത്രയ്ക്ക് നീറ്റായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഏതായാലും ബുദ്ധൻ്റെ ജന്മസ്ഥലത്ത് വന്നു. പിന്നെ മായാദേവി ക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടെയും തൊഴുത്. അങ്ങനെ നമ്മുടെ അമ്പലം പോലെയല്ല, അതെല്ലാം വേറെ രീതിയിലാണ്. വെളിയിലേക്കെല്ലാം അങ്ങനെയാണല്ലോ, നമ്മുടെ രീതിയല്ലല്ലോ, നാട്ടിലെ രീതിയല്ല. അങ്ങനെ ഞങ്ങൾ അതിലെല്ലാം ഒത്തിരി പേര് ഭജനയൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒത്തിരി ഭിക്ഷക്കാർ ബുദ്ധമതം സ്വീകരിച്ചിരിക്കുന്നവരായിരുന്നു തോന്നുന്നു കണ്ടിട്ട്. എനിക്ക് കറക്റ്റ് ഡേറ്റിൽ അറിയില്ല. ഒത്തിരി ബുദ്ധന്മാർ പാവങ്ങൾ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ നമ്മളുടെ ഭിക്ഷ ചോദിക്കുന്ന മാതിരി ഇരിക്കണം, നമുക്കറിയാതെ. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ കുറേശ്ശെ പൈസ കൊടുത്ത് അങ്ങനെ അവരുടെ അടുത്തെല്ലാം വന്ന് അവരോടെല്ലാം സംസാരിച്ച് അങ്ങനെ അവിടെ കുറേ നേരം ഞങ്ങൾ ഞങ്ങളുടേതായ കുറേ സമയം ചിലവഴിച്ച് അതിലെല്ലാം നടന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. എന്തായാലും ലുംബിനി ഒരു നല്ലൊരു സ്ഥലം, നമുക്കൊന്ന് കാണാനുണ്ട്. അവിടുത്തെ ആ കാലാവസ്ഥയും രീതിയെ കാണാൻ, ചൂടുമില്ല തണുപ്പുമില്ല, ആ ഒരു കാലാവസ്ഥ. സാധാരണ നവംബറിൽ തണുപ്പ് തുടങ്ങണ്ട, ഈ പ്രാവശ്യം തണുപ്പ് തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ അവിടെ എല്ലാം കറങ്ങി നടന്ന്
ഞങ്ങളെല്ലാം കുറേ ഫോട്ടോസ് വീഡിയോസ് എല്ലാവരും ഇട്ടു. കാരണം ഇതെപ്പോഴും നമ്മൾ പോകാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴും നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ ഇത്രയും ദൂരമൊക്കെയുള്ള സ്ഥലം പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ ചെറിയൊരു ഡാൻസ് പോലെയൊക്കെ ഒന്ന് കാണിച്ചു, തിരുവാതിര കളി പോലെയൊക്കെ ചുമ്മാ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ കുറേ നേരം എല്ലാവരും അവിടെ നിന്ന് സമയമൊക്കെ ചിലവിട്ട്. കാരണം ധൃതി പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവരുടെയും കൂടെ ഞങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെന്നാൽ മതി. അപ്പോൾ അത് കാരണം അതിലെല്ലാം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് പോകുന്നത്. പക്ഷെ ആരോട് എന്ത് നമ്മൾ ഫോട്ടോ എടുക്കണമെന്നോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ കൂടട്ടെ എന്ന് വെച്ചാൽ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. എല്ലാവരും നമ്മളോട് സഹകരിച്ച് തരും. അവരുടെ കൂട്ടത്തിലുള്ള പാട്ടൊക്കെ ഞങ്ങളെ കൊണ്ടും പാടിച്ച് ഞങ്ങളും അവരുടെ ഒരു റൗണ്ടിലിരിക്കണം. ഒരു കണ്ണാടി പോലത്തെ ഒരു സംഭവം, കണ്ണാടിയല്ല, അതിലിങ്ങനെ കൊട്ടി കൊട്ടി ഞങ്ങളോടും പറഞ്ഞ് ഞങ്ങളും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അവരും നമ്മൾ എൻജോയ് ചെയ്തു, ഞങ്ങളും എൻജോയ് ചെയ്തു. പക്ഷെ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും പോകണമെങ്കിൽ ഇങ്ങനെ ലുംബിനിയിലൊക്കെ പോയാൽ നല്ലതാണ് കേട്ടോ. നല്ല. ഇനി അടുത്ത ദിവസം ഞങ്ങൾ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇത് മായാദേവി ക്ഷേത്രമാണ് ഈ കാണുന്ന വൈറ്റ്. അവിടെയും പോയി തൊഴുത്, അവിടെ നിന്ന് ചെരുപ്പിടാതെ നമ്മൾ അകത്ത് കയറണം. അവിടെ നിന്ന് തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഈ കുറേ സന്യാസിമാരിരിക്കുന്ന കുറേ ഇടമുണ്ട്. അപ്പോൾ അവിടെയെല്ലാം അധികം സംസാരിക്കരുത്, ഒച്ച വയ്ക്കരുതെന്നാണ് പറയണത്. ഞങ്ങളും എല്ലാം തൊഴുത് അവിടെയെല്ലാം കണ്ട് നടന്നു. പിന്നെ അറിയാതെ ഈ 20 പേരാകുമ്പോൾ സംസാരം കൂടിപ്പോകും. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാവരും നന്നായിട്ട് ഭക്തിപൂർവ്വം തന്നെയാണ് ചെയ്തത്. എല്ലാം നല്ല രീതിയിൽ ഞങ്ങൾ നോക്കി കണ്ടു. അങ്ങനെ ഇനി അടുത്ത കുറച്ച് വിദേശികളുടെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രാർത്ഥനയിൽ നമുക്കറിയില്ലായിരുന്നു നമ്മളെ കൂട്ടുക എങ്ങനെയാണ്. പക്ഷെ അവർ നമ്മളോട് കൂടാൻ പറഞ്ഞ് ഞങ്ങൾ ആ പ്രാർത്ഥനയിലും പങ്കിട്ടു. അതൊന്ന് കാണാമേ.
mô Bổn Sư Ni Phật. Nam mô Bổn Sư Thích Ca Mâu Ni Phật. Nam mô Bổn Sư Thích Ca Mâu Ni Phật. Nam mô Bổn Sư Ni Phật. Nam mô Bổn Sư Thích Ca Mâu Ni Phật. Nam mô Bổn Sư Thích Ca Mâu Ni Phật. Nam mô Bổn Sư Thích Ca Mâu Ni Phật. Nam mô Bổn Sư Thích Ca Mâu Ni Phật. Nam mô Bổn Sư Thích Ca Mâu Ni Phật. Nam mô Bổn Sư Thích Ca Mâu Ni Phật. Nam mô Bổn Nam mô Bổn Sư Thích Ca Mâu Ni Phật. Nam mô Bổn Sư Nam mô Bổn Sư Thích Ca Mâu Ni Phật. Bổn Sư Thích Ca Mâu Ni Phật. Nam mô Bổn Sư Thích Ca Mâu Ni Phật. Nam mô Bổn Sư Thích Ca Mâu Ni Phật. Nam mô Bổn Sư Thích Ca. Dhammam saranam gacchami Sangham saranam sarachami Dhammam saranam gacchami Sangham saranam sarachami